ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള ഫയർമാൻ ട്രെയിനി എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടിട്ട് വളരെ സിമ്പിളായിട്ട് തോന്നി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹീ ഈസ് സീനിയർ ഡാഷ് മീ ഇൻ കോളേജ്. എന്താ ആൻസർ വരിക? സീനിയർ ടു അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആൻസർ 2 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എവ്രി വൺ പാസ് ദി എക്സാമിനേഷൻ. പാസ്ഡ് ആണ്, ഇ ഡി ഉണ്ട്, അപ്പോൾ തന്നെ എന്ത് വരും? ഡിഡ് വരും അല്ലേ? പിന്നെ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആവണം. അപ്പോൾ നമ്മൾ ഡിഡിൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി. പിന്നെ എന്ത് ചേർക്കണം? എവ്രി വൺ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഡേ എഴുതി. ഓക്കെ, അപ്പോൾ ആൻസർ ഡിഡിൻറ്റ്. അടുത്തത്, ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. ഹാഡ് ഉണ്ട്, V3 ഫോം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരണം? വുഡ് വേണം, പിന്നെ ഹാവ് വേണം, V3 ഫോം. അപ്പോൾ വുഡ് ഹാവ് ബിലീവ്ഡ്. നെക്സ്റ്റ് വൺ, നൈദർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവറി വീക്ക്. അപ്പം നൈദർ നോർ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സബ്ജക്റ്റിന് നോക്കണം. രണ്ടാമത്തെ സബ്ജക്റ്റ് ഫ്രണ്ട്സ് ആണ്, അപ്പോൾ അത് പ്ലൂറലാണ്. പിന്നെ എവറി വീക്ക് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ എന്താ നടക്കുന്ന ഹോബീസ് കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുക അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഗോയാണ്. ഐ സോ എ ഡാഷ് ഓഫ് ബീസ്. ഇതും നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആൻസർ സ്വാം. നമ്മൾ പറഞ്ഞിരുന്നു എന്താ? സ്വാം ഓഫ് ബീസ്, റാറ്റ്സ്, ഫ്ലൈസ്. റാറ്റ്സ് മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും ഫ്ലൈസും ബീസൊക്കെ ഉണ്ടാവും എന്നുള്ള കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ശരിയാക്കിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഓണസ്റ്റ് മാൻ ഇസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ആൻസർ ആൻ ഓണസ്റ്റ് മാൻ. ഇതൊരു പ്രോവർബാണ് കേട്ടോ. ആൻ ഓണസ്റ്റ് മാൻ ഇസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി സ്യൂട്ടബിൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. അതിന് നമ്മൾ എന്താ പറയുന്നത്? എക്യൂമൻ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുക? എക്യൂമൻ. ഇനി എക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറ്റം ചുമത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എക്യൂസ് കേട്ടോ. പിന്നെ എക്വിറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. എക്കോർഡ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക, യോജിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എക്കോർഡ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? എക്യൂമൻ ആണ് കേട്ടോ. വൈൽ വാക്കിംഗ് ഇൻ ദി പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. ഞാൻ പാർക്കിൽ കൂടെ നടക്കുന്ന സമയത്ത് ഞാനൊരു ഓൾഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അതിൻ്റെ മീനിങ് എന്താ വരിക? കെയിം എക്രോസ് ആണ് അല്ലേ? കെയിം എക്രോസ്. അതേപോലെ തന്നെ കം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? സക്സീഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് കേട്ടോ. കെയിം ഓഫ്. കെയിം ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ കെയിം എക്രോസ്. അടുത്തത് സിനോണിം ഓഫ് വേറി. വേറിയുടെ സിനോണിം എന്താ? ക്ഷീണിക്കുക, ടയേർഡ് ആവുക എന്നുള്ളൊരു മീനിങ് ആണ്. ടയേർഡ് ആണ് വരിക. അടുത്തത് ഹാൻഡ് കർച്ചീഫിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ സി ആണ്. ഹാൻഡ് കർച്ചീഫ്, CHIEF. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.